ഇപ്പോൾ തമിഴ്നാട് ചേരമ്പാടി വനത്തിൽ കുഴിച്ചിട നിലയിൽ കണ്ടെത്തിയ ഈ ഹേമചന്ദ്രന്റെ മൃതദേഹം വിട്ടുകിട്ടാനുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നും DNA ഫലം ഇതുവരെയും ലഭിച്ചിട്ടില്ല. മൃതദേഹം 5 ആഴ്ചയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ്. ബെൻസൺ ബാബുവാണ് വിവരങ്ങളുമായി നമുക്ക് ചേർത്തത്. ബെൻസൺ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ കുടുംബത്തിന്റെ നീക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ജൂൺ 28 ചേരമ്പാടി വനത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തുന്നത്. ഹേമചന്ദ്രന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത്. സാധാരണ ഇത്തരത്തിൽ വിവാദമാകുന്ന കേസുകളിൽ അല്ലെങ്കിൽ പ്രമാദമായ കേസുകളിലെല്ലാം തന്നെ ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് മണിക്കൂറുകൾക്കകവും DNA പരിശോധനാ ഫലം വരുന്നതാണ്. എന്നാൽ കഴിഞ്ഞ അഞ്ചാഴ്ചയിലധികം ഹേമചന്ദ്രന്റെ DNA പരിശോധനാ ഫലം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഹേമചന്ദ്രന്റെ DNA പരിശോധനാ ഫലം വന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ബന്ധുക്കൾക്ക് തുടർ നടപടികൾ, അതായത് അവരുടെ മതാചാര പ്രകാരമുള്ള ചടങ്ങുകളടക്കം നടത്താൻ സാധിക്കുള്ളൂ, മൃതസംസ്കാരം നടത്താൻ സാധിക്കുള്ളൂ. അതിനാൽ തന്നെ ഈ കുടുംബം ഇപ്പോൾ വലിയ ഒരു പരാതിയിലാണുള്ളത്. ഇത്തരത്തിൽ 5 ആഴ്ചയിലധികമായി മൃതദേഹം ലഭിക്കാത്തതിനെ തുടർന്ന് പരാതിയിലാണുള്ളത്. ഈ ഹേമചന്ദ്രന്റെ മൃതദേഹം അല്ലെങ്കിൽ അതിന്റെ DNA പരിശോധനാ ഫലം ലഭിക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ ഹേമചന്ദ്രന്റെ അമ്മയുടെയും സഹോദരിയുടെ മകളുടെയും സാമ്പിളുകളായിരുന്നു ശേഖരിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഈ മൃതദേഹം കണ്ടെത്തിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഈ സാമ്പിളുകൾ ശേഖരിച്ചു. എന്നാൽ പരിശോധന ഫലം വൈകി. തുടർന്ന് കുടുംബം മെഡിക്കൽ കോളേജ് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മെഡിക്കൽ കോളേജ് പോലീസുമായി കാര്യം അന്വേഷിക്കുമ്പോൾ അവർ ഈ കണ്ണൂരിലെ ഫോറൻസിക് ലാബിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത് ഏതെങ്കിലും കുടുംബത്തിലെ പുരുഷന്റെ രക്തസാമ്പിൾ ലഭിക്കണമെന്നാണ് പറയുന്നു. അതിനെ തുടർന്ന് വ്യക്തമാണ്. ഇപ്പോ ബെൻസൺ ബാബുവാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.